സുഹൃത്തുക്കളെ നമസ്കാരം. സുരേഷ് ഹിമഗിരിയാണ്, ചെങ്ങന്നൂരിൽ നിന്നാണ്. ഇന്ന് നമ്മൾ കാണിക്കുന്നത് അഷ്ടമുടി കായലിൽ കൂടെയുള്ള ടൂറിസം പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടുള്ള അഷ്ടമുടി പ്രോഗ്രാമാണ്. ഞങ്ങൾ പന്തളത്തു നിന്നാണ് പോയത്. KSRTC ബസ്സിൽ കൊല്ലത്ത് ചെന്നിട്ട് അവിടെ നിന്ന് ഈ ബോട്ടിൽ കയറിയിട്ടാണ് യാത്ര ചെയ്യുന്നത്. ഇതിൻ്റെ വിശേഷങ്ങളിലേക്കാണ് വരുന്നത്. ഒരുപാട് യൂട്യൂബിൽ അതിൻ്റെ ചാർജുകളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. നല്ലൊരു പ്രോഗ്രാമായിരുന്നു. നല്ല ഒരു ദിവസം മുഴുവൻ നമുക്ക് ഉല്ലസിക്കാവുന്ന പ്രോഗ്രാമാണ്. തനിയെയോ ഫാമിലിയായിട്ടോ ഗ്രൂപ്പായിട്ടോ ഒക്കെ ചാർട്ടർ പോകാം. ഈ ബോട്ടിലെ ഫുഡ് കയറുമ്പോൾ തന്നെ നമുക്ക് അവർക്ക് സ്വാഗതമുണ്ട്. അവരുടെ ഓഫീസർമാരെല്ലാം യൂണിഫോമിലാണ്, ഒരു കാക്കി ഡ്രസ്സാണ്. ഇത് അവിടുത്തെ ഫുഡ് കൊടുക്കുന്ന ആളാണ്. അദ്ദേഹം അതിൻ്റെ മെനു നമുക്ക് വിശദീകരിച്ച് തരും. നമുക്ക് മെനുവിൽ പറഞ്ഞേക്കുന്ന ഐറ്റംസ് അപ്പോൾ തന്നെ ഓർഡർ ചെയ്തിട്ട് ടോക്കൺ തരും. ഈ ടോക്കൺ നമുക്ക് സ്വീകരിച്ച് വെക്കാം. ടോക്കൺ കയ്യിൽ തന്നെ സൂക്ഷിക്കണം. ബോട്ടിൽ നല്ല ദ്വീപ് കാഴ്ചകൾ, ചുറ്റുമുള്ള ദ്വീപ് കാഴ്ചകൾ കാണാൻ സാധിക്കും. മനോഹരമായ ദ്വീപുകളാണ്. ദ്വീപെന്ന് പറയുമ്പോൾ സാമ്പ്രാടി കൊടിയുണ്ട്, മൺട്രോത്തുരുത്തുണ്ട്, അങ്ങനെ ഒരുപാട് നമുക്ക് പേരറിയാൻ വയ്യാത്ത ഒരുപാട് ദ്വീപുകളുണ്ട്. ഇതെല്ലാം ബോട്ടിലെ ഉദ്യോഗസ്ഥർ യൂണിഫോം ഇട്ട കാക്കി യൂണിഫോം സ്റ്റാറൊക്കെ ഉള്ള ഉദ്യോഗസ്ഥർ പറഞ്ഞുതരും. അതുപോലെ ബോട്ടിൽ തന്നെ ഒരു ചെറിയ സ്നാക്സ് ഷോപ്പുണ്ട്. നാരങ്ങ വെള്ളമോ നമുക്ക് പെപ്സിയോ വെള്ളമോ, അതുപോലെ സ്നാക്സ്, ചെറിയ ചക്ക, ആ ചക്കയുടെ മുട്ടായി, കോളകൾ എല്ലാം കിട്ടും നമുക്ക്. അദ്ദേഹം അതിനെപ്പറ്റി വിശദീകരിക്കുകയാണ്. ബോട്ട് ജീവനക്കാർ യാത്രയെപ്പറ്റി വിവരിക്കുന്നുണ്ട്. അതിലെ ഉദ്യോഗസ്ഥന്മാരുടെ പേരുകളും ആരൊക്കെയാണെന്നൊക്കെ പറയാം. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാറിൻ്റെ പേര് മുജീബ് റഹ്മാൻ സാറാണ്. അതുപോലെ തന്നെ ഒരുപാട് സാറന്മാരവിടുണ്ട്. സലീം സാറുണ്ട്. ഇദ്ദേഹമാണ് പന്തളം KSRTC ബസ് ടൂർ ഓപ്പറേറ്റർ ശ്രീ പ്രജിത് സാറ് കല്ലട സ്വദേശിയാണ്. അദ്ദേഹത്തിന് നമ്മൾ കോൺടാക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അഷ്ടമുടി കായലിൽ കൂടെയുള്ളൊരു യാത്രയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ നല്ല ക്ലീൻ കായലാണ്. ഒരു വസ്തുക്കളും ബോട്ടിൽ നിന്ന് കായലിലേക്ക് ഇട്ട് ആ കായലിലെ വെള്ളം അശുദ്ധമാക്കുന്നത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സൈഡിലും അങ്ങനെയൊന്നും വലുതായിട്ടില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്കിലും ചെറിയ അഴുക്കളൊക്കെ കാണും. ബോട്ടിൽ പോകുമ്പോൾ നമുക്ക് ചൂണ്ടയിടുന്ന ആൾക്കാരെ കാണാം. നമ്മൾ ചോദിക്കുന്നുണ്ട്, ചൂണ്ട വല്ലതും ഉണ്ടോ? ചൂണ്ടക്കാരുടെ ചോദിക്കാം. പാലത്തിൻ്റെ ടാങ്കിൽ നിന്ന് ചൂണ്ടയിടുന്ന ആൾക്കാരെ കാണാൻ പറ്റും. അവരെങ്ങനെ അവിടെ ഇറങ്ങി എത്തിപ്പെട്ടെന്നറിയത്തില്ല. വെള്ളത്തിലൊക്കെ പോയതോ അല്ലെ തൂണെ കൂടെ പിടിച്ചിറങ്ങിയതായിരിക്കാം. ചൂണ്ടയിൽ മീൻ കിട്ടുന്നുണ്ടാവും. ഓളപ്പരപ്പാണ്. വിശാലമായ അഷ്ടമുടി കായലിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഒരു പാലം കാണാൻ പറ്റും. അതുവഴി നമുക്ക് മറ്റേ ദ്വീപിലേക്ക് പോകാൻ പറ്റും. ദ്വീപുകൾ തമ്മിൽ ഇപ്പം പാലം കൊണ്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. നേരത്തെ ജങ്കാറൊക്കെ ആയിരുന്നു. ഇപ്പം ദ്വീപുകൾ തമ്മിൽ റോഡ് മാർഗം ചെല്ലാൻ പറ്റും. സാമ്പ്രാണിക്കൊടി ദ്വീപിലേക്ക് പോകാം. അവിടെ നിന്ന് ചെറിയ വള്ളത്തിലാണ് തുരുത്തിലേക്ക് പോകേണ്ടത്. ഇത് റാവിസ് എന്ന് പറയുന്ന ഒരു സ്റ്റാർ ഹോട്ടലാണ്. പ്രധാനപ്പെട്ട VIP കൊല്ലത്ത് വന്ന് താമസിക്കുന്ന ഹോട്ടലാണിത്, റാവിസ്. ഇവിടെ സംഗീത ആലാപനം നടക്കുകയാണ്. പന്തളം KSRTCയിലെ സാരഥി ശ്രീ പ്രദീപ് സാർ, സ്വാമി എന്ന് വിളിക്കുന്ന നമ്മുടെ ബസ്സിൻ്റെ ഡ്രൈവർ സാറാണിത്. അദ്ദേഹം പെൻഷനായിട്ട് വീണ്ടും KSRTC വിളിച്ചിട്ട് ഈ ടൂർ ഓപ്പറേറ്ററിൻ്റെ പ്രത്യേകം വരുന്ന ആളാണ്. നല്ല മനോഹരമായ ഗാനങ്ങൾ അദ്ദേഹം പാടാറുണ്ട്. നല്ല ഗാനമാണ്. ദ്വീപിൽ പല കാഴ്ചകളും നമുക്ക് കാണാൻ സാധിക്കും. ഇത് ശ്രീ സലീം സാറാണ്. ബോട്ടിലെ ഒരു ഉദ്യോഗസ്ഥനാണ്. സ്രാങ്ക് അല്ലെങ്കിൽ ബോട്ട് ഡ്രൈവർ പോലുള്ള ഒരാളാണ്. ഉച്ചക്കത്തേക്കുള്ള ഫുഡിൻ്റെ ഓർഡർ നീല ഷർട്ടിട്ട ചേട്ടനാണ്, കുടുംബശ്രീയുടെ ആൾ. അദ്ദേഹം ഉച്ചക്കത്തേക്കുള്ള ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ടോക്കൺ തരും. പൈസയൊക്കെ വാങ്ങിക്കും. ടോക്കൺ സൂക്ഷിക്കുക. ഇത് വിളക്കമ്മ എന്ന് പറഞ്ഞ പ്രതിമയാണ്. ഈ വിളക്ക് ഏന്തിയ ഒരു വനിതയുടെ പ്രതിമയാണ്. കടലിലുള്ള ആൾക്കാർക്ക് വഴികാട്ടിയിരുന്ന ദീപം നേരത്തെ ഉണ്ടായിരുന്നു. നമ്മുടെ ബോട്ടിൻ്റെ സൈഡിൽ യാത്ര ചെയ്യുന്ന ഒരു കൊക്കാണിത്. നമ്മളോടൊപ്പം യാത്ര ചെയ്ത് പോവുകയാണ്. മനോഹരമായ കാഴ്ചകൾ കാണാം. ഇത് ബോട്ടിൻ്റെ അപ്പർ ഡെക്കാണ്. ഇവിടെ യാത്ര തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ താഴെ ടിക്കറ്റ് എടുത്തവർക്ക് മുകളിൽ വന്ന് ഇവിടെ വന്ന് നിൽക്കുകയോ ഫോട്ടോ എടുക്കുകയോ കാഴ്ചകൾ കാണുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മൾ പന്തളം KSRTCയിലെ ബസ് ടൂർ ഓപ്പറേറ്റർ ശ്രീ പ്രജിത് സാറ്. അദ്ദേഹമാണ് നമ്മളെ ഈ ടൂറിന് വേണ്ടി കൊണ്ടുപോകുന്നതും അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ദൂരെ കരയോടടുത്ത് തീരത്തായിട്ട് കായലിൻ്റെ അറ്റത്ത് ഫിഷിംഗ് ബോട്ടുകളൊക്കെ കാണാം. ഇത് ബോട്ടിൻ്റെ പുറവശമാണ്. വെള്ളം ഓളം അടിച്ച് ബോട്ട് മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് ഒരുപാട് ഹൗസ് ബോട്ടുകളും പാലവും ഒക്കെ വളരെ മനോഹരമായ കാഴ്ചകളെല്ലാം ബോട്ടിൽ നമുക്ക് ചുറ്റുപാടും കാണുമ്പോൾ മനോഹരമായ കാഴ്ചകളാണ്. ചുറ്റും വെള്ളമാണെങ്കിൽ പോലും വൈവിധ്യമാർന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകമായിട്ടും ബോട്ടിലെ കലാപരിപാടികളും ഫുഡും ആൾക്കാരുമായിട്ടുള്ള ഇടപെടലും സംസാരവും ഡാൻസും ഒക്കെയാണ് ഏറ്റവും നല്ല
ആനന്ദം എന്ന് പറയുന്നത്. ഇതൊരു പള്ളിയാണ്, തീരത്ത് കാണുന്ന ഒരു ദ്വീപിൽ കാണുന്ന പള്ളിയാണിത്. യാത്രാ ബോട്ടാണിത്, കൊല്ലം ഭാഗത്തുള്ള യാത്രാ ബോട്ട്. ഇതാണ് സാമ്പ്രാണിക്കൊടി ബോട്ട് കെട്ടി. കാണുന്ന സാമ്പ്രാണിക്കൊടിയാണ്. ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ബോട്ട്, ചെറിയ വള്ളം ബോട്ടേ കയറിയിട്ട് നമുക്കില്ല തുരുത്തിലേക്ക് പോയി ഇറങ്ങി നടക്കാവുന്ന തുരുത്തില്ലേ, അവിടേക്ക് പോകാം. കണ്ടൽ തുരുത്തുണ്ടല്ലോ, അവിടേക്ക് പോകാം. ഇവിടെ ബസ് മാർഗവും റോഡ് മാർഗം വരാൻ പറ്റും കേട്ടോ. കാറിലോ ബൈക്കിലോ ഒക്കെ വരാൻ പറ്റും. നമ്മൾ ബോട്ടേ പോകുമ്പം നമുക്ക് തോന്നും കരയിൽ കൂടെ വഴിയില്ലെന്ന് തോന്നും. കരയിൽ കൂടെ വഴിയുണ്ട് അവിടെ. ഇതാ ഒരു കൊക്ക്. ഇനി പാട്ടും ഒക്കെ തുടങ്ങി. അവിടുത്തെ നമ്മുടെ ബോട്ടിലെ ഉദ്യോഗസ്ഥരെ എല്ലാവരെയും വിളിച്ച് പാട്ടൊക്കെ പാടിക്കും. എനിക്ക് നല്ല സ്പീക്കറും മൈക്കും ഒക്കെ ഉണ്ട്. പാട്ടൊക്കെ പാടിക്കും. എല്ലാവരും പ്രായഭേദമന്യേ എല്ലാവരും പാട്ടിൽ പങ്കെടുക്കുകയും ഡാൻസും കൈകൊട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാം കൊണ്ടും നല്ലൊരു ഉല്ലാസപരമായ യാത്രയാണിത്. ഒരിക്കലും മിസ്സാക്കരുത്. ബോട്ടിലെ സാറന്മാരെല്ലാം തന്നെ ഭയങ്കര സഹകരണമാണ്. അദ്ദേഹം ഇടപെട്ടാണ്. മുജീബ് സാറുണ്ട്, മുജീബ് റഹ്മാൻ സാറുണ്ട്, മുകേഷ് സാറുണ്ട്, സലീം സാറുണ്ട്, എന്നൊരു മുകേഷ് സാറുണ്ട്. ഒരാളുടെ പേര് മറന്നു. 5 പേരെ അവർ ഉദ്യോഗസ്ഥർ. 5 പേരും പ്രത്യേക യൂണിഫോമിലാണ് ബോട്ടിനകത്ത് വർക്ക് ചെയ്യുന്നത്. അവരാണ് ബോട്ടിനെ നിയന്ത്രിക്കുന്നതും നമ്മളെ ഉല്ലാസകരമാക്കാൻ വേണ്ടിയുള്ള പാട്ട് പാടുന്നതും ഒക്കെ. ഇതിനകത്ത് ഒരുപാട് ഉദ്യോഗസ്ഥർ നല്ല പാട്ടുകാരൊക്കെയാണ്. ഇന്ന് ഈ ദിവസങ്ങളിൽ 12 ടീമും പാലായിൽ നിന്നുള്ള 2 ടീമാണ്. 2 ടീം മാത്രമേ ഉണ്ടായിരുന്നു. പ്രായം മറന്നുള്ള ഡാൻസും പാട്ടുമാണ് നടക്കുന്നത്. പ്രായം ഒരു പ്രശ്നമേ അല്ല. ഫുഡ് എത്തിയിട്ടുണ്ട്. ഇത് കുടുംബശ്രീ കരയിൽ നിന്ന് എത്തിക്കുന്ന ഫുഡാണ്. ഇടയ്ക്ക് ബോട്ട് കെട്ടി നിർത്തിയിട്ട് കരയിൽ നിന്ന് ഫുഡ് എത്തിക്കും. ഫുഡ് ടോക്കൺ അനുസരിച്ച് നമുക്ക് തന്നേക്കുന്ന ടോക്കൺ അനുസരിച്ച് നമുക്ക് ഫുഡ് സപ്ലൈ ചെയ്യും. ഫുഡെല്ലാം കഴിക്കാം. കരിമീൻ ഫ്രൈയും പിന്നെ ബീഫും കപ്പയും ചോറും സാധാരണ സദ്യയും നത്തോലി ഫ്രൈയും കക്കായും കല്ലുമ്മക്കായ എല്ലാം ഉണ്ടാവും. കുടുംബശ്രീ അംഗങ്ങൾ തന്നെ ഫുഡെല്ലാം സെർവ് ചെയ്യും. ടോക്കൺ നമ്മൾ നേരത്തെ വാങ്ങിച്ച ടോക്കൺ സൂക്ഷിച്ച് വെക്കണം. ആ ടോക്കൺ നമുക്ക് കൊടുത്തിട്ട് വേണം നമുക്ക് ഫുഡ് വാങ്ങിക്കാൻ. ടോക്കൺ നഷ്ടപ്പെട്ടു പോയാൽ ഫുഡ് കിട്ടത്തില്ല. പ്രത്യേകിച്ച് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ വേസ്റ്റ്, ഇതിൻ്റെ ബോട്ടിൻ്റെ പുറവശം കിച്ചണാണ്. അവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ആ പാത്രത്തിലോട്ട് വേസ്റ്റ് ഇടാനുള്ള പാത്രത്തിൽ വേസ്റ്റ് ഇടുക. പാത്രം ഒരു വെള്ളത്തിലുള്ള ബേസിനകത്തേക്ക് ഇട്ട് വെച്ചേക്കുക. ഫുഡ് വന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ ബോട്ടിൻ്റെ പുറകിൽ നോക്കിയാൽ ഈ കൊക്കുകളെല്ലാം കൂടെ പറന്ന് കളിക്കുന്ന കാണാം. ഫുഡിൻ്റെ ബാക്കി കഴിക്കാൻ വേണ്ടിയായിരിക്കും. അവിടെ കൊതുമ്പോളത്തിൽ ഒരു ചേട്ടനവിടെ മീൻപിടുത്തം നടക്കുന്നുണ്ട്. ഫുഡിൻ്റെ കഴിച്ചു കഴിഞ്ഞാൽ വേസ്റ്റുകളൊന്നും തന്നെ കായലിലേക്ക് ഇടരുത്. ജനലൊക്കെ ഉണ്ട്, ജനലിൽ കൂടെ കൈയിട്ട് പുറത്തോട്ട് കളയരുത്. പ്രത്യേകം പാത്രം വെച്ചിട്ടുണ്ട്, വേസ്റ്റ് അതിലേക്ക് വേണം ഇടാൻ. ഇവിടെയാണ് ഫുഡെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അവരെല്ലാം ഇറങ്ങിപ്പോകുന്ന സ്ഥലമാണിത്. ഇതിനകത്ത് ഒരു സ്നാക്ക് ബാറാണ്. നാരങ്ങ വെള്ളമോ ഊണ് കഴിഞ്ഞാൽ നാരങ്ങ വെള്ളമോ മിഠായിയോ ഐസ്ക്രീമോ കഴിക്കാം. ചെറിയൊരു സ്നാക്ക് ബാറാണ്. കുടുംബശ്രീ അംഗങ്ങൾ ഫുഡെല്ലാം കൊടുത്തിട്ട് അവരുടെ പാത്രമൊക്കെ എടുത്തിട്ട് അടുത്തുള്ളൊരു ബോട്ട് ജെട്ടിൽ ഇറങ്ങി അത് യാത്രയാക്കുകയാണ്. ടാറ്റ ബൈ ബൈ. ഇത് ഫിഷിംഗ് ബോട്ടുകളാണ് ഈ കാണുന്നതെല്ലാം. കായലിൻ്റെ സൈഡിൽ ഫിഷിംഗ് ബോട്ടുകൾ അടുക്കിയിട്ടിരിക്കുകയാണ്. യാത്രാ ബോട്ട് കാണാം. വളരെ നല്ല ഉല്ലാസപ്രദമായ യാത്രയാണ്. പോയിട്ടില്ലാത്തവർ തീർച്ചയായും പോകേണ്ടതാണ്. ഇത് നമ്മുടെ ബോട്ടിൻ്റെ മുകളിലത്തെ നിലയാണ്. 500 രൂപ ടിക്കറ്റ് എടുക്കുന്നവർക്ക് ഒരു 30 സീറ്റ് മുകളിലുണ്ടാവും. മുകളിലത്തെ നിലയിലാണ് കാണുന്നത്. ഇത് താഴോട്ട് സ്റ്റെപ്പുകളുണ്ട്. താഴത്തെ നിലയിൽ ഏകദേശം 60ഓളം സീറ്റുണ്ട്. മുകളിൽ 30ഉം താഴെ 60ഉം. ഉച്ചയ്ക്ക് ശേഷം ഭയങ്കര ഡാൻസും പാട്ടും ഒക്കെയാണ്. പ്രായഭേദം തന്നെ എല്ലാവരും പാട്ടൊക്കെ ഇടും. നമുക്ക് പാടാം. ആർക്ക് വേണമെങ്കിലും ഡാൻസ് ചെയ്യാം, ആർക്ക് വേണമെങ്കിലും പാടാം. കനാക്കോ സിസ്റ്റം ഒക്കെ ഉണ്ട്. ഇത് പാലായിലെയും പന്തളത്തെയും ഉള്ള വരുന്ന ആൾക്കാരുടെ മതിമറന്നുള്ള ഡാൻസും പാട്ടും ഒക്കെയാണ്. വളരെ ഉല്ലാസകരമായ ഒരു സന്ദർഭമാണിത്. പ്രായഭേദം തന്നെ എല്ലാവരും പാട്ടിലും ഡാൻസിലും പങ്കെടുക്കുന്നുണ്ട്. ആനന്ദകരമാണ്. ഒരു ദിവസം രാവിലെ മുതൽ 11:30 മുതൽ 4:30 വരെ. ബോട്ട് തുടങ്ങുന്നത് 11:30-ക്കാണ്. 4:30 ആകുമ്പോൾ തിരിച്ച് നമുക്ക് കൊല്ലം ബോട്ട് വീട്ടിലെത്തും. അവിടുന്ന് വന്ന ബസ്സിൽ ഏത് സ്ഥലത്തേക്കാണോ പോകുന്നത് ആ സ്ഥലത്തേക്ക് നമുക്ക് തിരികെ പോകാൻ പറ്റും. പാലായിൽ നിന്ന് അവരെ കൊണ്ട് വന്ന കണ്ടക്ടർ സാറും ഡ്രൈവർ സാറും എല്ലാം ഈ ഡാൻസിലും പാട്ടിലും എല്ലാം. എനിക്ക് തോന്നുന്ന സാറിൻ്റെ പേര് ശ്രീനാഥ് സാറാണ്. പാലായിലുള്ള കണ്ടക്ടർ സാറ് ശ്രീനാഥ് സാറാണ് ഡാൻസ് ചെയ്യുന്നത്, കാക്കി ഡ്രസ് ഇട്ടിരിക്കുന്നത്. എല്ലാവരും തന്നെ കൊണ്ടുവന്ന യാത്രക്കാരുടെ കൂടെ ചേർന്ന ആനന്ദ നിമിഷങ്ങളാണ്.
ആർക്കും പാടാം, ആർക്കും ഡാൻസ് ചെയ്യാം. ഇത് നമ്മുടെ ബോട്ടിലെ ഒരു സാറാണ്, മുകേഷ് സാർ എന്നാണ് പേരെന്ന് തോന്നുന്നു. അദ്ദേഹം നല്ല പോലെ പാട്ട് പാടും, നല്ല സ്വരമാണ് അദ്ദേഹത്തിൻ്റെ, നല്ല പോലെ പാട്ട് പാടുന്നുണ്ട്. മനോഹര ഗാനം. ഇങ്ങനെ വരുന്ന ഉല്ലാസയാത്രയ്ക്ക് വരുന്ന ആൾക്കാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയുള്ള പാട്ടുകളും ഡാൻസുകളും ഒക്കെ ഈ ബോട്ടിൽ തന്നെ എല്ലാവരും അവരുടെ ഉദ്യോഗസ്ഥന്മാർ നമ്മളെ സന്തോഷിപ്പിക്കുക എന്നൊരു കാര്യം അവർ നിറവേറ്റുന്നുണ്ട്. അവരുടെ നല്ല സഹകരണമാണ് അവരുടേത്. കൊച്ചുകുട്ടികളും പ്രായമുള്ളവരും ജോലിക്കാരും എല്ലാവരും ചേർന്നുള്ളൊരു ഡാൻസും പാട്ടുമാണ്. ഒരു ദിവസം സന്തോഷിക്കാനുള്ള നിമിഷങ്ങളാണ്. പോകാത്ത ആൾക്കാർ നിങ്ങളുടെ ഒരിക്കൽ കൂടി പോകണം, ഒരിക്കൽ പോകണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയുക, ഇങ്ങനെയുള്ളൊരു ഉല്ലാസയാത്രയുണ്ട്. തൊട്ടടുത്തുള്ള KSRTC ബസ്സിൽ ബസ് സ്റ്റാൻഡിൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ദിവസങ്ങളിലുള്ള ടൂറുകളും ട്രിപ്പുകളൊക്കെ അറിയാൻ പറ്റും. ഇത് പാലായിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവന്ന ബസ്സിലെ കണ്ടക്ടർ സാറും ഡ്രൈവർ സാറുമാണ്. അവരെല്ലാം നമ്മുടെ കൂടെ ഡാൻസ് ചെയ്യാനും പാട്ട് പാടാനും ഒക്കെ സഹകരിക്കും. ഇന്നത്തെ ട്രിപ്പിലുള്ളത് പാലായിലുള്ളവരും പന്തളത്തുള്ളവരുമായ 2 ട്രിപ്പാണ്. എല്ലാം കഴിഞ്ഞ് തിരിച്ച് ഇറങ്ങി ബസ്സിലേക്ക് പോവുകയാണ്. ഇറങ്ങുന്ന ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. എല്ലാവരും ബസ്സിൽ തിരിച്ച് ഓരോരുത്തരും പാലാക്കാർ പാലാ ബസ്സിലും പന്തളംകാർ പന്തളം ബസ്സിലും കയറിയിട്ട് നേരെ തങ്കശ്ശേരി വിളക്കുമാടം കാണാൻ പോയിട്ടുണ്ട്. 20 രൂപ അവിടുത്തെ ചാർജ്. ലിഫ്റ്റുണ്ട്, പക്ഷേ ലിഫ്റ്റിൽ പോയാലും കുറച്ച് വരെ കയറിയിട്ട് 50 പടികൾ കയറണം. തിരിച്ച് താഴോട്ടും ലിഫ്റ്റ് 196 പടികളും ഉണ്ട്. പടി കയറിയും പോവാം. മുകളിൽ നിന്നും കടലിൻ്റെ നല്ലൊരു കാഴ്ച കാണാൻ പറ്റും. കയറാൻ പറ്റുന്നവർ കയറുക. 20 രൂപ ചാർജാണ്. ലൈറ്റ് ഹൗസ്, വിളക്കുമാടം, പാട്ടില്ലേ തങ്കശ്ശേരി വിളക്കുമാടം എന്നൊരു പാട്ടില്ലേ, ഇത് കടലിലുള്ള കപ്പലുകൾക്ക് കര തിരിച്ചറിയാൻ വേണ്ടിയുള്ള അടയാളം കൊടുത്തിരുന്ന ഒരു വലിയൊരു ലൈറ്റ് ഹൗസാണ്. ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. വൈകുന്നേരം ആകുമ്പോൾ പ്രവർത്തിക്കും. ഇത് തങ്കശ്ശേരി ബീച്ചാണ്. വൈകിട്ടാണെങ്കിൽ അസ്തമനം കാണാൻ പറ്റും. ഇവിടെ ഒരു ചിൽഡ്രൻസ് പാർക്കുണ്ട്. ഇവിടുത്തെ ചാർജ് 10 രൂപയാണ്. കയറുന്നതിന് 10 രൂപയാണ്. വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് വേറെ ഫീസുണ്ട്. കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കൊക്കെ ഉണ്ട് ഇവിടെ. വളരെ നല്ലൊരു ബീച്ചാണ്. ചെറിയ സ്നാക്ക് ബാറൊക്കെ ഉണ്ട്. ഐസ്ക്രീം, കോളായ, പോപ്കോണ്, അതുപോലെ ഫ്രൈഡ് പൊട്ടറ്റോ ചിപ്സ്, ഫിംഗർ ചിപ്സ് ഒക്കെ കിട്ടും. ബാത്റൂം ഉണ്ട് ഇവിടെ. ബാത്റൂമിൽ കയറി കഴിയുമ്പോൾ ഒരു ദിവസം അവർ കംപ്ലയിൻറ്റ് പറഞ്ഞിരുന്നതിനകത്തൊരു പട്ടി കിടപ്പുണ്ടെന്ന് പറഞ്ഞു. ലേഡീസിൻ്റെ ബാത്റൂമിൽ സൂക്ഷിച്ച് കയറുക, അതിനകത്ത് പട്ടി കിടപ്പുണ്ടാവും. ഒന്നും ഉപദ്രവിക്കത്തൊന്നുമില്ല, എന്നാലും പട്ടിയെ കാണുമ്പോൾ നമുക്കൊരു പേടിയായിരിക്കുമല്ലോ. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം ബാത്റൂമിൽ കയറായിട്ട്. എപ്പോഴും കാണത്തില്ല, ഞങ്ങൾ ഇന്നപ്പോൾ പട്ടി ഉണ്ടായിരുന്നു. കടലിലെ തിരമാലകളും കടലിനോടൊക്കെ സല്ലപിച്ചിട്ട് നമുക്ക് തിരികെ പോരാം. എല്ലാവരും നമ്മുടെ ഫീഡ്ബാക്ക് രേഖപ്പെടുത്തണം. എല്ലാവർക്കും നന്ദി പറയും. ഓരോരുത്തർക്കും വന്ന ആൾക്കാർ അവരവരുടെ ആനന്ദകരമായ നിമിഷങ്ങൾ എങ്ങനെയായിരുന്നുള്ള ഫീഡ്ബാക്ക് നമ്മൾ മൈക്കിൽ കൂടെ പറയണം. എല്ലാവർക്കും നന്ദി പറയുന്നുണ്ട്. അപ്പോൾ ഇനിയുള്ള ആൾക്കാർ പോകാത്തവർ വീണ്ടും പോകണം, ഒന്നുകൂടെ പോകണം. അതുപോലെ പോയവരൊന്നുകൂടെ പോകണം. പോകാത്തവർ അവരോട് പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് പോകാനും ഉല്ലസിക്കാനുള്ള സന്ദർഭം ഒരുക്കി കൊടുക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ, ബൈ. സന്തോഷമുള്ള ഈ യാത്ര നല്ലൊരു അനുഭവമായിരുന്നു. അതിന് എല്ലാവരോടുമുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുന്നു. എല്ലാവർക്കും കൂടി വേണ്ടിയാണ് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ പാലായിൽ നിന്ന് നമ്മളോട് ചേർന്ന അത്രയും ആൾക്കാരുണ്ട്. ഒരിക്കൽ പോലും നമ്മൾ കണ്ടിട്ടില്ലാത്തവരാണ് എല്ലാവരും. പക്ഷേ എങ്കിലും നമ്മളൊരു നാട്ടിൽ ഒരു സ്ഥലത്തു നിന്ന് വന്ന പോലുള്ള ഒരു അനുഭവമായിരുന്നു. നല്ല പാട്ട്, ഡാൻസ്, അതുപോലെ ഫുഡും എല്ലാം നല്ലതായിരുന്നു. ഒന്നുകൂടി എല്ലാത്തിനും നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം.